ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. നല്ല സിനിമകൾക്ക് ലോങ് റൺ എത്രത്തോളം സഹായകരമാകുമെന്നുള്ള ഒരു കാഴ്ചയാണ് ലോക കാട്ടിത്തരുന്നത്. പ്രത്യേകിച്ച് അവധി ദിനങ്ങളിൽ ഞെട്ടിക്കുക തന്നെ സിനിമ ചെയ്യുന്നു. ഇപ്പോൾ ചൊവ്വാഴ്ച തന്നെ റെക്കോർഡിട്ടെങ്കിൽ ബുധനാഴ്ച അതിന് മുകളിലുള്ള കളക്ഷനിലേക്ക് പോവുകയാണ്. സിനിമ കൊലത്തൂക്ക് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താവുന്നതാണ്. അത് നിങ്ങളുടെ ഏറ്റവും ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. ഇവിടെ നമുക്ക് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. 35-ാം ദിനത്തിലേക്ക് കടന്ന ഈ ഒരു ചിത്രം പ്രീസെയിലിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രീസെയിലിലൂടെ മാത്രം 42,15,000 രൂപയോളമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഏകദേശം 35 ലക്ഷം രൂപയായിരുന്നു. അതിന് തൊട്ടു മുന്നലത്തെ ദിവസം ഏകദേശം 25 ലക്ഷം രൂപയായിരുന്നു. ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ കൂടുന്നു. ഇതൊരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥ എന്ന് പറയുന്ന പോലെ സാധാരണ ശനി ഞായർ ദിനങ്ങൾ കഴിഞ്ഞാൽ സിനിമയ്ക്ക് കളക്ഷൻ കുറവ് പതിവാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. തിങ്കളാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 85 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ചൊവ്വാഴ്ച എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 1,55 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ബുധനാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,80 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. ഇനിയും ഇന്നലെ ചൊവ്വാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് നോക്കാം. ഇന്നലെ ഫൈനലായി വന്നിരിക്കുന്നത് 996 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 82,773 ടിക്കറ്റുകൾ വിറ്റുപോയി. 32.5% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 1,27,21,000 രൂപയോളമാണ് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നത്. അതായത് 1,55 ലക്ഷം രൂപയാണ് ഇന്നലത്തെ സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്നത്. 34-ാം ദിനത്തിൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷനാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് 35-ാം ദിനത്തിലും നമുക്ക് കാണുന്ന ഈ ഒരു പ്രീസെയിൽ തരുന്ന പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഒരുപക്ഷെ ഒരു 1 കോടി വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഒരു 80-85 ലക്ഷം രൂപ വരെ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വരും. പക്ഷേ ശരിക്കും ഞെട്ടിക്കുക തന്നെയാണ് ഈ സിനിമ ചെയ്തത്. 1,27 ലക്ഷം കഴിഞ്ഞു. അതായത് 1,55 ലക്ഷം രൂപയിലേക്ക് എത്തിയിരുന്നു ഇന്നലെ. ഇന്ന് അതേപോലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിഭീകര കളക്ഷനിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പിക്കാം. ഇവിടെ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ശ്രമിക്കുക ഇവിടെ കേരളത്തിൽ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ മാത്രം 105.53 കോടി എത്തി. അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സിനിമയ്ക്ക് വേണ്ടത്, അതായത് തുടരും എന്ന ചിത്രത്തിന് 107.19 ലക്ഷം രൂപയായിരുന്നു. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1.25 കോടിയിലേക്ക് താഴുന്നു ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ. ഇനി സിനിമയുടെ നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരാം. 33-ാം ദിനത്തിൽ സിനിമയുടെ കളക്ഷനായി പുറത്തു വന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 112.60 ലക്ഷം രൂപയാണ്. അതായത് 34-ാം ദിനത്തിൽ 1,55 ലക്ഷം രൂപ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് 114.15 ലക്ഷം രൂപയോളമാണ്. അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു നിൽക്കുന്ന തുടരുമെന്ന ചിത്രത്തിന് 118 കോടിക്ക് മുകളിൽ മാത്രമാണ്, അതായത് 119 കോടി ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 4.5 കോടി കൂടി ഉണ്ടെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് കടക്കും എന്നുള്ളതാണ്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 33-ാം ദിനം സിനിമയ്ക്ക് ഉണ്ടായിരുന്നതായി ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ 289.50, അതായത് 289.5 കോടിയായിരുന്നു. ഇന്നലെ കേരള കളക്ഷൻ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 291.25 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. ഏകദേശം അത് 292 കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ടെന്നറിയാം. കാരണം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുമൊക്കെ സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഓൾ ഇന്ത്യയിലും ഓൾ വേൾഡ് ഇത് അനുസരിച്ചും എന്താണേലും ഒരു 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും 291.5 കോടി എന്നുള്ള റേഞ്ചിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഈ ഒരു 35-ാം ദിനത്തെ ഇപ്പോഴത്തെ പ്രീസെയിൽ കളക്ഷനിലൂടെ തന്നെ 292 കോടി സിനിമ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് 294 കോടിയിലേക്ക് സിനിമ എത്തും. അങ്ങനെയാണെങ്കിൽ 6 കോടി കൂടിയാണ് സിനിമയ്ക്ക് വേണ്ടത് വേൾഡ് വൈഡ് ആയിട്ട് 300 കോടി അടിക്കാനായിട്ട്. അത് മലയാളത്തിൻ്റെ സ്വപ്ന നിമിഷമാണ് 300 കോടി എന്നുള്ളത്. അതുകൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞത് 35-ാം ദിവസം 1.5 കോടിക്ക് മുകളിൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഏകദേശം 116 കോടിയിലേക്ക് എത്തും. അവിടെ നോക്കുമ്പോൾ 2.5 കോടിയോളമാണ് സിനിമയ്ക്ക് പിന്നീട് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വരുന്നത്. എന്തായാലും തകർത്ത് അടിച്ചുകൊണ്ട് സിനിമ പോവുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ സിനിമയുടേതായി വിറ്റുപോയത് 48,400 മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു. അതും പുതിയ റെക്കോർഡായി മാറുകയാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 48,000 മുകളിലുള്ള ഷോകളാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കണക്കുകൾ. 66 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ശരിക്കും സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ലക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയുടെ 4ാമത്തെ പൊസിഷനിലാണ് സിനിമ നിൽക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. 53% സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് പുറത്തു വരുന്ന കണക്കുകൾ.
2493 ഹൗസ്ഫുൾ ഷോകളാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകളും. എന്തായാലും സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്ന ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ സിനിമ എന്നാണ് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം.